അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബിയായ ഷംസുദ്ദീൻ MLA പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ഷാളണിയിച്ചുകൊണ്ട് ആദരിക്കുകയും ചെയ്ത കുരുവട്ടൂരികൾ ഉളുപ്പില്ലാതെ എല്ലാ പ്രഭാഷണത്തിലും പറയും വഹാബികളോട് ഒരു നിലക്കും ബന്ധം പാടില്ല. ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്, പല സഹായങ്ങളും ചോദിക്കുന്നവരാണ് പാടില്ലെന്ന് പറയുന്നത്. LDF വിളിച്ചു ചേർത്ത പൗരത്വ സമ്മേളനത്തിൽ വഹാബികൾ ഒരു മൂലക്കും കാന്തപുരം ഉസ്താദ് മറ്റൊരു മൂലക്കും ഇരുന്നതിന്റെ പേരിൽ ആക്ഷേപിക്കുന്ന കുരുവട്ടൂരികൾ, പ്രഭാഷണത്തിൽ ഓരിയിടുന്ന കുരുവട്ടൂരികൾ സുന്നികൾക്കെതിരെ പരിപാടി നടത്താൻ വേണ്ടി വിഷ്ണു നേതാവിന് ചായയും പലഹാരങ്ങളൊക്കെ നൽകിയതിനു ശേഷം സുന്നികൾക്കെതിരെ പരിപാടി നടത്താൻ നിങ്ങൾ സഹായിക്കണമെന്ന് വിഷ്ണു നേതാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. ചായയും പലഹാരങ്ങളും കഴിച്ചതിന് ശേഷമാണ് വിഷ്ണു നേതാവിനോട് ഈ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കഴിച്ച ഭക്ഷണത്തിന് നന്ദി കാണിക്കണമല്ലോ എന്ന നിലക്കും സമസ്തക്കാർ അല്ലാഹു അല്ലാത്തവരെ പടച്ചോന്മാരാക്കുന്നു എന്ന കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി നൗഷാദ് വട്ടൂരിയുടെയും കൂട്ടരുടെയും ക്ലിപ്പുകൾ നമുക്ക് കിട്ടുമല്ലോ. അവർ പറയുന്നത് നമുക്ക് സമസ്തക്കാരുടെ പേരിൽ കെട്ടിച്ചമക്കാമല്ലോ എന്ന് ധരിച്ച വിഷ്ണു ജിന്നൂരി നേതാവ് കുരുവട്ടൂരികൾ ചോദിച്ച എല്ലാ സഹായവും എനിക്ക് നൽകാൻ കഴിയില്ല എന്ന് സങ്കടത്തോടെ കുരുവട്ടൂരികളോട് പറയുകയും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു തരാമെന്ന് കുരുവട്ടൂരി നേതാവ് നൗഷാദിന് ഉറപ്പ് കൊടുത്തതായി, വാഗ്ദത്തം നൽകിയതായി ST മീഡിയയോട് വിഷ്ണു നേതാവ് പങ്കുവെച്ചതാണ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിലോട്ട് പോകാം. എന്തെല്ലാം വിശേഷം? ഓർമ്മണ്ടോ? പിന്നെ ഇവരെ പരിപാടി പങ്കെടുത്തിരുന്നില്ലേ? നൗഷാദിന്റെ പരിപാടിയിൽ ഞാൻ കേൾക്കാൻ വേണ്ടി പോയി. അപ്പോ ചില കാര്യങ്ങള് നൗഷാദാസിന് ഉദ്ധരിക്കുന്ന കിതാബും കാര്യങ്ങളും അയാളുടെ ശൈലിയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി. എന്റെ ക്ലിപ്പിംഗ് ഇട്ടു. ക്ലിപ്പിംഗ് ഇട്ടുകാണ്ട് അയാൾ പ്രസംഗിക്കുമ്പോ അപ്പൊ അയാൾ വെച്ചു അപ്പൊ അയാൾ പറഞ്ഞ് ചോദ്യകർത്താവ് നമ്മുടെ സദസ്സിലുണ്ട്. പിന്നെ അയാളുടെ പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞു, ചോദ്യകർത്താവിനെ ഞങ്ങള് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാണ്, വേങ്ങരയിൽ മുഖാമുഖം ഉണ്ട്, അതിലേക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാണെന്നും പറഞ്ഞു സ്റ്റേജിൽ നിന്ന്. അപ്പോഴാണ് സദസ്യർ എന്നെ കാണുന്നു, സദസ്യർ എന്നെ അറിയണതും. അല്ല ഈ പിന്നെ അറിയില്ലായിരുന്നു, മറ്റാരും അറിയില്ലായിരുന്നു. മറ്റാരും തിരിച്ചറിയില്ലല്ലോ, പക്ഷെ അത് പറഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞല്ലേ? അല്ലാതെ അല്ല ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചല്ല. ആ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ശരി. പിന്നെ സ്വാഭാവികമായിട്ട് എന്റെ ക്ലിപ്പിംഗ് അവിടെ ഉപയോഗിക്കുന്ന ധാരണ എനിക്കുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് മറുപടി കാര്യങ്ങളൊക്കെ പറയാം. മുപ്പര് AP ഭാഗത്ത് പിന്നെ വളരെ ശക്തമായി എതിർത്തുകൊണ്ട് സംവാദത്തിനും ഇതിനൊക്കെ വെല്ലുവിളിച്ചു. അതാണ് മുപ്പര് നടത്തിയ. പിന്നെ കുറെ സൂഫിസം പറഞ്ഞു, പിന്നെ ശംസുലുലമയെ കുറിച്ചും പിന്നെ മശായിഖന്മാരെ കുറിച്ചും CM അടവിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ അതിന് പിന്നെ കിതാബിലെ ചില തെളിവുകൾ അദ്ദേഹം ഉദ്ധരിച്ചു. ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതെ. ഞാൻ യൂട്യൂബിലൂടെ കേട്ടിരുന്നു. ഞാനതാ വിളിച്ചു ചോദിക്കാൻ കാരണം. പിന്നെ ആദ്യത്തെ മുഖാമുഖാണ് ഏത്? പിന്നെ വേങ്ങര. രണ്ടാമത്താണ് മഞ്ചേരി. വളരെ ഉഷാറായിരുന്നു, ഭയങ്കര മഞ്ഞായിരുന്നു. അത് തമാശയൊക്കെ പറയണ്ടേ? തമാശ കൊണ്ടാണ് രണ്ടാളെ ചോദിച്ചു മറുപടി പറഞ്ഞു. കേട്ടോ ശരിക്ക്? അത് ഫുള്ള് ഞാൻ കേട്ടു, ഇതും ഫുള്ള് കേട്ടു. ഇത് ഫുള്ള് കേട്ടപ്പോഴാണ് അവസാന ഭാഗത്ത് നിങ്ങൾ വന്നതായിട്ടൊരു സൂചന എനിക്ക് കിട്ടി. പിന്നെ നൗഷാദ് ഉസ്താദിന്റെ മഞ്ചേരി പ്രോഗ്രാം മുഴുവൻ കേട്ടോന്ന് വെച്ച്. അതെ, പിന്നെ മഞ്ചേരി പ്രോഗ്രാം മുഴുവനും കേട്ടു. പിന്നെ ഇതും കേട്ടു. കാരക്കുന്ന് അത് ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങൾ തന്നെ ആണോന്ന് എനിക്കൊരു ഡൗട്ട് അതിൽ പിന്നെ തോന്നി. അപ്പൊ അത് നിങ്ങൾ പോയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് മാത്രമേ ഞാൻ വിളിച്ചത്. പിന്നെ അവരെ ആൾക്കാരെ പരിപാടി എന്റെ നാട്ടില് വെക്ക ഒരു പരിപാടി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പിന്നെ സ്ഥലവും കാര്യങ്ങളൊക്കെ തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു സാമൂഹ്യ രാഷ്ട്രീയ സംസ്കാരങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ എനിക്ക് എല്ലാവരും വേണം. അപ്പോ ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ള വേങ്ങര കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോ പിന്നെ പല മേഖലയിലെ ചാരിറ്റിയിലും അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ എനിക്കെന്താ വെച്ചാൽ നിങ്ങൾക്ക് പരിപാടി വെക്കാൻ ഞാൻ സ്ഥലം തന്നാൽ അപ്പൊ അതൊരു ശത്രുത ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ
അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി പെർമിഷനും കാര്യങ്ങളൊക്കെ ഞാൻ സഹായിച്ചു തരാം. പിന്നെ സ്ഥലങ്ങൾ ഇവിടെ കണ്ടെത്തുക, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയണൊക്കെ ചെയ്യാൻ. പരസ്യമായിട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാനും കാര്യങ്ങളൊന്നും കഴിയില്ല. അപ്പൊ ഞാനൊരു വിഭാഗത്തിലെ എതിർപ്പ് ഞാൻ ആഗ്രഹിക്കണില്ല എന്നാണ് ഞാൻ അതിന് പറഞ്ഞത്. അവരുടേതായ പരിപാടി കാര്യങ്ങൾക്കൊക്കെ ക്ഷണിച്ചു. അവരെന്താ വെച്ചാൽ ഒരു പരിപാടി ഉണ്ടാകുമ്പോ അവരെ സ്ഥലത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടട്ടെ, ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്നു കണ്ട് ഓരോരുത്തര്. പിന്നെ അവര് വാട്സപ്പ് ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞ പരിപാടിക്ക് എനിക്ക് എല്ലാ പരിപാടിക്ക് വരാനൊന്നും കഴിയില്ല, നിങ്ങളെ കൂടെ എനിക്ക് പ്രവർത്തിക്കാനും കഴിയില്ല. എനിക്ക് ഇന്റേതായ ഒരു മേഖല ഉണ്ട്. ഞാൻ ഒരുപാട് പല വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളാണ്. അപ്പൊ എനിക്കിങ്ങനെ നിങ്ങളെ നൗഷാദ് മാത്രം ഫോളോ ചെയ്ത് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇന്റേതായ വഴി ഉണ്ട്, അത് പറ്റില്ല. അപ്പൊ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവരോട് ക്ഷണിച്ച. കാരണം നൗഷാദ് ക്ലിപ്പിംഗ് അവിടെ ഉപയോഗപ്പെടുത്താണ്ട് ഇന്നവിടെ പരിചയപ്പെടുത്തിയപ്പോ സ്വാഭാവികമായിട്ട് എല്ലാരും പിന്നെ എന്നെ അറിഞ്ഞു. അപ്പൊ എന്നെ പരിപാടി കഴിഞ്ഞപ്പോ ആളുകൾ കൂടി എന്നോട് സംസാരിച്ചു കുറെ ആൾക്കാർ. ഭക്ഷണം കഴിച്ചു. ഇവിടെ ഒരു ചായ, ലഡു, കേക്കൊക്കെ കൊടുത്തു. ഇവിടെ പരിപാടിക്ക് അല്ല പിന്നെ അപ്പൊ പരിപാടിക്ക് അവധി കഴിച്ച് ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ? മുഖാമുഖത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ ഡേറ്റും നോട്ടീസും കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. വെള്ളിയാഴ്ച പൈസ മുസ്ലിയുടെ കണ്ടനം നടക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് വേങ്ങരയില് നൗഷാദ് പരിപാടി വെക്കാന്ന് പറഞ്ഞത്. ഉണ്ടാവുക. അതെ. അപ്പോ പിന്നെ വിശ്വവിഭാഗം ഒരു നോട്ടീസിൽ ഇതിനൊക്കെ മറ്റേ PK സഖാഫി ഇരിങ്ങല്ലൂര് പറഞ്ഞതാണ് വിവാദമാക്കിയത്. PK സഖാഫി അതിൽ ഇടപെട്ടിട്ടില്ല. അനവി സഖാഫി ഞാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരുന്ന മുഖാമുഖം. അല്ല നൗഷാദ് ഹസന്റെ മഞ്ചേരി രൂപത്തിലുള്ള ഗംഭീരായിരുന്നു മുഖാമുഖം. അതെ. അല്ല നൗഷാദ് ഹസന്റെ പരിപാടി വെക്കാൻ വേണ്ടി സ്ഥലങ്ങളോട് ചോദിക്കുന്നടുത്ത് സ്ഥലമുണ്ടോ? നമ്മള് ഇവിടെ പിന്നെ ഇവിടുത്തെ പഴയ ടീമാണ് ഏറ്റവും കൂടുതൽ സ്ഥലമുണ്ട്. കൊറേയൊക്കെ ഇപ്പൊ വിറ്റു, കൊറേയൊക്കെ അവകാശം, കൊറേയൊക്കെ മരിച്ച് അവകാശം പോയി, കുറെ വിറ്റു. ഇനിയുണ്ട് നമ്മളടുത്ത് കുറെ. പിന്നെ നമ്മള് മെയിൻ റോഡിലൊക്കെ നമ്മളടുത്ത് കുറെ സ്ഥലം. നമ്മളിവിടുത്തെ നമ്മൾ പോയ ജന്മി കുടുംബാണ്. പണ്ടത്തെ കുടുംബക്കാരാണ് അല്ലേ? പിന്നെ നിങ്ങള് വീട് ചെയ്തോളം പ്രശ്നത്തില്ല. ഞാനിപ്പോ പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഉപകാരപ്പെടുന്ന രൂപത്തില് പിന്നെ ഞാൻ ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടോ. ഞാനാരെയും പണക്കാനും ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും എന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല. കേന്ദ്രമനെ ഒന്ന് പിടിച്ചു പോടെ. നമുക്കൊരു അഭിമുഖം നടത്തുന്ന പോലെ ഇങ്ങനെ ഫോണില് മറ്റേ സാധാ ഫോണില് വിളിക്കും ഞാന്. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഫോണിൽ കൂടി അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട്ട് വരുമ്പോ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ഒരു ഓഫീസോ റൂമോ എന്തെങ്കിലും ഒഴിഞ്ഞ സ്ഥലം ഏർപ്പാട് ചെയ്യുക. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരാം. ഞാൻ ഇപ്പോ പുതിയ വീടിന്റെ പണിയിലാണ്. വീട് പൊളിച്ചാണ് പുതിയ വീടിന്റെ തറ എത്തിയിട്ടുള്ളൂ. അപ്പൊ കുട്ടികളെ നിർബന്ധത്തിന്, എനിക്ക് ആൺകുട്ടികളുടെ 3 പെൺകുട്ടികളുടെ കുട്ടികളെ നിർബന്ധത്തിന് ചെയ്യാണ് ഞാൻ വീട് പുതിയത്. അപ്പൊ ഞാനിങ്ങനെ എന്റെ തിരക്കിൽ അപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് ഫോണിൽ കൂടെ അങ്ങനെ ആക്കാൻ നേരിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഞാന് ആ ഭാഗത്തൂടെ വരുമ്പോ സൗകര്യപ്പെടുമ്പോ അങ്ങനെ ഏത് രൂപത്തിലോ അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ തുറന്നിട്ട്. അതെ. അതെനിക്കറിയാലോ. നമ്മൾ ഇന്നും നിലയിൽ തുടങ്ങിയല്ലോ. നമ്മള് കേന്ദ്രന്മാരും ക്രിസ്ത്യൻകാരും തമ്മിൽ സംസാരിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ. നിങ്ങളെ മറുപടി കൊടുത്തിട്ടോ? അതൊന്നും എനിക്ക് വിഷയമല്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു പേടിയൊക്കെയില്ല. മറ്റെങ്ങനെ സോഷ്യൽ മീഡിയയിലായിരുന്നു. പേടിയെന്നല്ല, സോഷ്യൽ മീഡിയ പറഞ്ഞത് ഞാൻ അനിൽസക്കാബിനോട് പറഞ്ഞു. അതിലുണ്ട് ആ പിന്നെ കാരക്കുന്ന് മുഖാമുഖത്തിൽ മഞ്ഞുണ്ടായിരുന്നു. അതെ തീർച്ചയായിട്ടും നല്ല മറുപടിയാണ് അവിടെ പറഞ്ഞത്. നല്ല മറുപടിയാണ് പറഞ്ഞത്. PK സഖാഫി ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 മുഖവും ഗംഭീര. പക്ഷെ ഇത്ര വിവാദമാവില്ലായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ പിന്നെ നിർത്തി. പിന്നെ ഞാൻ ഇടപെട്ടിട്ടില്ല. പിന്നെ അനിൽ സഖാഫി മറുപടി പറഞ്ഞോട്ടെ, ഞാൻ അനിൽ സഖാഫിന്റെ മറുപടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, നിങ്ങളോടല്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ ഒഴിഞ്ഞത് അതാണ്. അതെ, പക്ഷെ വേറൊന്നുണ്ട്. അതിലിപ്പോ ഒരു ആദർശപരമായിട്ടുള്ള ഒരു പരാജയം എന്ന് പറയാനും ഇല്ലല്ലോ. മൂപ്പര് പറഞ്ഞതിൽ
ഒരിക്കലും തെറ്റല്ല. മൂപ്പര് പറഞ്ഞത് ഒരു ഖണ്ഡനം തന്നെയാണ്, കുഴപ്പത്തില്ല. പക്ഷെ ആ പറഞ്ഞ ശൈലിയും ഖണ്ഡിച്ച രീതിയും കുറച്ചൊരു വൈകാരികമായി പോയി. മുജാഹിദിന് ക്ലിപ്പാക്കിയത് മുഖം നഷ്ടപ്പെട്ട മുഖാമുഖം എന്നുള്ളതാണ് ഇപ്പൊ ക്യാപ്ഷൻ കൊടുക്കുന്നത്. അതിന് മാത്രമൊന്നും ഇല്ല എന്താണോ? അതിന് മാത്രമില്ല. പക്ഷെ ഒരു അതിപ്പോ അങ്ങനെ തന്നെയല്ലേ, ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ, അത് ഓരോരുത്തർ സംഘടനകൾ അങ്ങനെ തന്നെ വളർത്താൻ വേണ്ടി ശ്രമിക്കും. അല്ല ഞാൻ പൊതുവെ പറയാൻ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു, പല ഭാഗത്തുനിന്നും വിളിച്ചിരുന്നു, ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. അതായത് നിങ്ങളിപ്പോ മുജാഹിദ് ഭാഗത്താണോ, നിങ്ങൾ സുന്നി ഭാഗത്താണോ, ഏതാന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ മുജാഹിദ് ഭാഗത്താരും വേണ്ടില്ല, സുന്നി ഭാഗത്താരും വേണ്ട. ഞാൻ ആദ്യം സുന്നിയിലായിരുന്നു, പിന്നെ മുജാഹിദ് പോയി. അല്ല എന്നോട് വന്നിട്ട് നമ്മള് പിന്നെ KNM വിസ്റ്റം ഗ്രൂപ്പ് ഉണ്ടാക്കി ചർച്ച ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഓർക്ക് അറിയാലോ. അപ്പൊ അതോടുകൂടിയാണ് സുന്നി ആയത് എന്നുള്ള, ഞാൻ സുന്നി പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണെന്നുള്ള ഭാവവിശ്വാസം പറഞ്ഞു. ആ സമയത്ത് നല്ലൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇന്നെ അറിയാത്തവർക്ക് അറിയാൻ കഴിഞ്ഞു, ആരാണെന്നുള്ളത് അറിയാത്തവർക്ക് അറിയാൻ കഴിഞ്ഞു, അതിലൂടെ അറിയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും. ചോദ്യകർത്താവ് ആരാണെന്നുള്ളത് അറിയാത്തവർക്ക് അറിയാൻ കഴിഞ്ഞു. അതെ. പിന്നെ വിഷ്ടം വിഭാഗത്തിലായിരുന്നു. അങ്ങനെ ഞാനും അയാളും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ പിന്നെ സമസ്തയിലേക്ക് കൊണ്ടുവന്ന്. അതാണ് എന്നോട് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ സമസ്തയിലേക്ക് മൂപ്പരെ കൊണ്ടുവന്നിട്ട് മൂപ്പരെ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ എന്നോട്. പിന്നെ ശരി, ഞാൻ കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ